ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓർ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. വീഡിയോക്ക് പോകുന്ന മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്ത് എന്തെങ്കിലും ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ. അപ്പം എങ്ങനെയാ തുടങ്ങിയാലോ? എൻ്റെ ഓൾ ടൈം ഫേവറേറ്റാണ്. ഇത് ഉണങ്ങണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മോയ്സ്ചറൈസറായിട്ട് ഇതാ അക്വ ബ്ലാസ്റ്റ്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. നമ്മുടെ ഫേസ് പെട്ടെന്ന് ഡ്രൈ ആകും. അപ്പം നല്ലപോലെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാം ആണ് നല്ലത്. നല്ല പുറത്തത്തെ സൗണ്ടൊക്കെ ഉണ്ടാവും, പ്ലീസ് ഇഗ്നോർ ദാറ്റ്. ഓക്കെ, നല്ലപോലെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാം. നല്ല മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ട് നിൽക്കാൻ നല്ലത്. കാരണം ഫേസൊക്കെ ഉണങ്ങി വരണ്ട പാടം പോലെ നിൽക്കും. ഇത് നോക്കണ്ട ഗൈസ്, മുറിയായതാ. അപ്പം മോയ്സ്ചറൈസർ ഇട്ടു, ഇനി ലിപ് ബാം ഇടാം. കാർമെക്സിൻ്റെ എൻ്റെ മൈലാഞ്ചി കണ്ടോ? അത്രക്ക് പെർഫെക്റ്റ് ഒന്നുമല്ല, വിട്ടെന്ന് കാണാനൊക്കെ ഭംഗിയുണ്ട്. ഇങ്ങനെ കുറേ കൈ നിറയെ മൈലാഞ്ചി ഇടാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാർമെക്സിൻ്റെ മോയ്സ്ചറിങ് ലിപ് ബാമാണ്. SPF 15 വരുന്നുണ്ട്. ചെറിയ കേട്ടോ ഫ്ലേവർ. ഇതിൻ്റെ ഒരു പേസ്റ്റ് പോലെയുള്ളതാണ് ഞാൻ യൂസ് ചെയ്തതിന്. ഇങ്ങനത്തെ ആദ്യമായിട്ടാണ്. നല്ലയാ, ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. ഒരു ചെറിയ ഗ്യാസ് പോലെ നല്ലയാ. ഇനി നമുക്ക് സൺസ്ക്രീൻ ഇടാം. ഇതിൻ്റെ ഓൾ ടൈം ഫേവറേറ്റായി ഫോക്സ്റ്റൈലാണ് കേട്ടോ. ഈ ബ്രാൻഡിൽ നിന്ന് മാറണമെന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സൺസ്ക്രീന് ഏതാന്ന് ഇപ്പോഴും അറിയൂല. ഇത് പിന്നെ എനിക്കിഷ്ടമാണ്. കാരണം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് അബ്സോർബ് ആവണം. കണ്ടില്ലേ, ഒരു വെയിറ്റ് നമുക്ക് തോന്നുന്നില്ല ഫേസിന്. എനിക്ക് അങ്ങനത്തെ പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് എനിക്ക് ഈ സൺസ്ക്രീൻ ഇഷ്ടം. ഭയങ്കര ലൈറ്റ് വെയിറ്റ് പറഞ്ഞാൽ നല്ല ലൈറ്റ് വെയിറ്റാണ്. കണ്ടോ, അബ്സോർബായി. ഇനി നമുക്ക് പ്രൈമർ ഇടാം. ഇതിൻ്റെ അടപ്പ് ചെറുതായിട്ട് എനിക്കൊന്ന് പൊട്ടി. ഓക്കെ, പാക്കിൻ്റെ കേട്ടോ ഗൈസ്. ഒരു കാലത്ത് ഈ ആർത്തി മൂത്ത് ഞാൻ മേക്കപ്പൊക്കെ പഠിക്കാൻ പോയി. മേക്കപ്പൊക്കെ പഠിച്ച് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി. പക്ഷേ തുടക്കത്തിലൊക്കെ ഒരു 5, 6, 7 വർക്കൊക്കെ കിട്ടി. കുഴപ്പമില്ല, നല്ല രീതിയിലൊക്കെ പോയിരുന്നു. പിന്നെ സാങ്കേതിക തകരാറ് മൂലം എനിക്ക് വർക്കൊന്നും എടുക്കാൻ പറ്റാണ്ടായി. അങ്ങനെ അത് സൈഡായി. സത്യം പറഞ്ഞാൽ ആ ഒരു ആക്രാന്തത്തിൽ കുറേ മേക്കപ്പ് പ്രൊഡക്ട്സ് ഞാൻ വാങ്ങി. ഇപ്പോൾ ഭാഗ്യവശാലും എന്നും പറയാം, നിർഭാഗ്യവശാലും പറയാം, ഈ പ്രൊഡക്ട്സൊക്കെ എൻ്റെ മാത്രമാണ്. ഞാനാണ് ഇതൊക്കെ ഉപയോഗിക്കാറ്. അല്ലാണ്ട് എടുത്തു വെച്ചാൽ ഡേറ്റ് കഴിഞ്ഞ് പോയാൽ തീർന്നില്ലേ. അപ്പോൾ കംപ്ലീറ്റ് ഞാൻ തന്നെ യൂസ് ചെയ്യൽ. അങ്ങനെ വാങ്ങിയ പ്രൈമറാണ്, നല്ല സാധനമാണ്, പാക്കിൻ്റെതാണ്. നമുക്ക് കുറച്ച് ഉപയോഗിക്കാം. എന്താ പറയാതെ, സ്റ്റാർട്ടിങ് ട്രബിളാണ്, മെയിൻ ചെയ്യണ്ട. അങ്ങനൊരു പരിപാടിക്ക് പോയതുകൊണ്ട് ഇങ്ങനെ നല്ല കുറച്ച് പ്രൊഡക്ട്സൊക്കെ എനിക്ക് സ്വന്തമായി കിട്ടി. അത്രമാത്രം. പഠിച്ച ടൈമിൽ എല്ലാതും എനിക്ക് വേണം. ആക്കം പോലെ വാങ്ങാനൊന്നും എനിക്ക് ടൈമില്ല. ഒക്കെ ഞാൻ വാങ്ങി. ടൂൾസ് ആണെങ്കിലും പ്രൊഡക്ട്സ് ആണെങ്കിലും ഒക്കെ ഞാൻ വാങ്ങിക്കൂട്ടി. എന്നിട്ട് പിന്നെ വർക്കൊന്നും ഇല്ലാണ്ട് സൈഡാവൂല. കാരണം ഞാനല്ലേ, ഒക്കെ ഞാൻ തന്നെ ഉപയോഗിച്ചോളും. പ്രൊഡക്ട്സ് വാങ്ങി നാശമായി പോകുന്നില്ല, ടെൻഷന് ഇല്ല. കാരണം ഞാൻ നല്ലവണ്ണം മേക്കപ്പ് ചെയ്യും, അതുകൊണ്ട് ഞാൻ തന്നെ യൂസാക്കി തീർത്തോളും. പ്രൈമറൊക്കെ സെറ്റായി. ഓക്കെ, ഇനി നമ്മൾ ഈ ഓറിക്കിൻ്റെ ഹെൽത്തി ഗ്ലോ മേക്കപ്പ് ബേസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു ഗ്ലോ ഒക്കെ കിട്ടാൻ വേണ്ടി കേട്ടോ. ഇത് നമുക്ക് പ്രൈമറായിട്ട് യൂസ് ചെയ്യാം. മേക്കപ്പ് ബേസാണത്. യൂസ് ചെയ്യാം.
പിന്നെ നമുക്ക് ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്യുകയും ചെയ്യാം. ഇതാ ഇങ്ങനെ നല്ല ഗ്ലോ കിട്ടാൻ ഇങ്ങനെ ചെയ്യുകയും ചെയ്യാം. ഗ്ലോ ഉണ്ടോ? പിന്നെ ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് ഓൺ വോയിസ് വീഡിയോ ചെയ്യണേ. ചെറിയ ചെറിയ മിസ്റ്റേക്സൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഗ്ലോ ഉണ്ടോ ഗൈസ്? ലൈറ്റില്ലാത്തതുകൊണ്ട് ഗ്ലോ കാണില്ല. നമ്മൾ പുറത്തിറങ്ങിയാൽ നല്ല ഗ്ലോ ഉണ്ട് കേട്ടത്. ഇത് അത്യാവശ്യം കുറച്ച് റേറ്റ് കൂടുതലാണ്. നമ്മൾ അഫോർഡബിൾ ആണോ ചോദിച്ചാൽ ചിലർക്ക് അഫോർഡബിൾ ആണ്, ചിലർക്ക് അഫോർഡബിൾ അല്ല. അതിലാണ് നല്ല റേറ്റാണ് ഇത്. ഇത് നല്ല അഫോർഡബിളാണ്. ഞാൻ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിസ് ബ്യൂട്ടിയുടെ റിയൽ മേക്കപ്പ് ബേസ് കഴിഞ്ഞ വയസ്സ്. ഇത് നല്ല അഫോർഡബിളുമാണ്, നല്ല ഗ്ലോ ആണ്. ഇതിനൊരു സൈഡിൽ കാണിച്ചു തരാം കുറച്ച്. ഉണ്ട് ഗൈസ്, നല്ല ഗ്ലോ ആണ് ഗൈസ് ഇത്. അപ്പം ഇത് രണ്ടും നമ്മൾ ഏകദേശം സ്കിൻ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. പ്രൈമർ ഇട്ടു. ഇനി നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ കുറച്ചായിട്ട് എൻ്റെ സ്കിന്നിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിമ്പിൾസും പാടുകളൊക്കെ കുറവാണ്. അപ്പോൾ കളർ കറക്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ കുറച്ച് ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ട്, അതൊക്കെ വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം. കൺസീലർ എടുത്തിട്ട് ഈ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കൺസീലർ വെച്ചിട്ട് ഒന്ന് ഹൈഡ് ചെയ്തെടുക്കാം. ശരിക്ക് ബ്രഷ് വെച്ച് ചെയ്യേണ്ടതാണ്, ഞാനത് കൈ വെച്ച് ചെയ്യാമെന്ന് മാത്രം. കുറച്ചുകൂടെ ഈസി ആയിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. കൈ വെച്ചാകുമ്പോൾ എൻ്റെ മുറി ഓക്കെ. ഇപ്പോൾ മാർക്സൊക്കെ കുറവാണ് എൻ്റെ ഫേസിൽ, അതുകൊണ്ട് വല്ലാണ്ട് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈവൻ ആണ് ഇപ്പം കുറച്ചായിട്ട്. കുറച്ച് ഡാർക്ക് സർക്കിൾ ഉണ്ട്, ഫോൺ കളി കൂടുതലായതുകൊണ്ട്. അത് നമുക്ക് ഫൗണ്ടേഷനാണ് പുതിയതാണ്. എൻ്റെ ബർത്ത്ഡേക്ക് നാട്ടി ഇത് ഗിഫ്റ്റ് ചെയ്ത ഫൗണ്ടേഷനാണ് ഷീലാമിൻ്റെ. ഇനി നമുക്ക് കൂടുതൽ ഗ്ലോ വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് നമ്മളെ ഈ ഒരു ക്രീം മിക്സ് ചെയ്യാം. നല്ല ഗ്ലോയി മേക്കപ്പ് ഒക്കെ ആവാൻ ഇങ്ങനെ ചെയ്താൽ മതി. മിക്സ് 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 മിക്സ്. ഇതെന്താ അവസ്ഥ നോക്കാം നമുക്ക്. ഓക്കെ, ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം. നല്ല കവറേജ് ഉണ്ട് ഗൈസ്. കുറച്ച് മതിയായിരുന്നു, കുറച്ച് ഓവറായിപ്പോയി. ഓ മൈ ഗോഡ്, എന്തത് ഗൈസ്, ഭയങ്കര കവറേജാണത്. ഇത്രക്കൊന്നും വേണ്ടേനു, കുറച്ച് കൂടിപ്പോയി. അപ്പം ഷീലാമി യൂസ് ചെയ്യുന്ന പോലെ കുറച്ച് മാത്രം ഉപയോഗിക്കാം, കാരണം നല്ല കവറേജ് ഉണ്ട്. ഇതൊന്ന് സെറ്റാക്കി എടുക്കട്ടെ. ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം. ഇനി നമുക്ക് സ്വെറ്റായി വരുന്നിടത്തൊക്കെ ഒന്ന് കോമ്പാക്റ്റ് വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. ഞാനിവിടെ ഈ ഫോറെവർ 52ൻ്റെ സെറ്റിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് മതി, കുറേ വേണ്ട. നമ്മൾ കണ്ണിൻ്റെ മുകളിലും നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ കണ്ണിൻ്റെ മുകളിലും ഇവിടെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ തണുപ്പാണ്, അപ്പോൾ വല്ലാണ്ട് സെറ്റാവില്ല, ഭയങ്കര തണുപ്പാണ്. കുറച്ച് മതി, കാരണം നമ്മൾ മേക്കപ്പ് ഒന്നും വല്ലാണ്ട് പോകുന്നില്ല. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ തണുപ്പായതുകൊണ്ട് നമ്മൾ ഫേസ് എങ്ങനെ മേക്കപ്പ് ചെയ്താലും വലിയ വൃത്തിയിൽ നിൽക്കില്ല, എന്തോ പോലായി നിൽക്കും. അങ്ങനെ നമ്മൾ ബേസ് മേക്കപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. ടാസ്ക്കാണ്. ആദ്യം നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യാം. ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യാൻ മാസിൻ്റെ ഐബ്രോ പാലറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിലാണെങ്കിൽ ഇങ്ങനെ 4 കളേഴ്സാണ് കേട്ടോ. 2 ബ്രൗണും 2 ബ്ലാക്കും സെയിം കളേഴ്സാണ്. ഇതിനെ ഇത് 2 ആക്കി കൊടുത്തോ എനിക്കറിയില്ല. എനിക്കാണെങ്കിൽ ഗ്രേ കളറാണ് വേണ്ടത്. എൻ്റെ കുറച്ച് തിക്ക് ഐബ്രോസ് ആണ്, അപ്പോൾ ഞാൻ ഗ്രേ കളറാണ് യൂസ് ചെയ്യൽ. ബ്രൗൺ ആണെങ്കിൽ മാച്ച് ആവില്ല, ബ്ലാക്ക് ആണെങ്കിൽ കുറച്ച് ഓവറാവും. അതുകൊണ്ട് ഞാൻ ഗ്രേ ആണ് യൂസ് ചെയ്യൽ. അതില്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ലൈറ്റ് ഇവിടെ ആട്ടോ, അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നതാണ്. ഞാൻ കുറച്ച് ബ്ലാക്കും ഗ്രേയും ബ്രൗണും
മിക്സ് ചെയ്യും. എന്നിട്ടൊരു ഗ്രേ കളർ ഞാൻ തന്നെ ഉണ്ടാക്കും. എന്നിട്ട് വരക്കും കണ്ണ്. അയ്യോ ശരിയാവില്ല. ഞാൻ ഈ കോർണർ സെറ്റാക്കി എടുക്കണം. ബ്ലാക്ക് കുറച്ച് കൂടി പോയി, കുഴപ്പമില്ല. കോർണർക്ക് ബ്ലാക്ക് വന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഫ്രണ്ടിക്ക് ബ്ലാക്ക് ആവാണ്ട് നിന്നാൽ മതി. കുറച്ച് ബ്രൗൺ മിക്സാക്കി നമുക്ക് ബ്രഷ് ചെയ്യാം. ഇതുവരെ ഇത്രക്ക് വരണ്ട കേട്ടോ, ഇതുവരെ വന്നാൽ മതി കേട്ടോ. കുറച്ച് വന്ന് പോയി, കുഴപ്പമില്ല. ഇത് സെൻറ്ററിൽ ഫില്ല് ചെയ്യാൻ. ഇതിൻ്റെ കുറച്ച് തിക്ക് ഐബ്രോസ് ആയതുകൊണ്ട് എനിക്ക് ബ്ലാക്ക് യൂസ് ചെയ്യാം. ഭയങ്കര തിന്നാണെങ്കിൽ ബ്ലാക്ക് യൂസ് ചെയ്യാണ്ടിരിക്കണവും നല്ലത്. ഇപ്പം ഞാനൊരു സ്ട്രക്ചർ സെറ്റാക്കി. ഇനി സ്പൂളി വെച്ചിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. സെറ്റായില്ലേ? ഡിഫറൻസ് കണ്ടോ? ഈ ഐബ്രോസിൻ്റെ ഇപ്പോൾ ഐബ്രോസ് ഏകദേശം സെറ്റായി. ഇതിൻ്റെ ഡിഫറൻസ് ഉണ്ടാകും, കാരണം ഞാൻ തന്നെയാണ് ഷേപ്പാക്കി കൊടുക്കല്. അപ്പോൾ ചെറിയ മിസ്റ്റേക്ക് രണ്ടിലുണ്ട്. ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. താജ്മഹൽ ഞാൻ പണിയും. ഇന്ന് ഒരു അറബിക് ലുക്കാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സിമ്പിൾ അറബിക് ലുക്ക്, ഭയങ്കര ഹെവി ആയിട്ടില്ല. അറബിക് ലുക്സൊക്കെ കുറച്ച് ഹെവി ആണല്ലോ. ഞാൻ ഹെവി ആയിട്ടല്ല, സിമ്പിളായിട്ട്. ഈ 2 പാലറ്റ്സ് വെച്ചിട്ടാണ് ഇന്നത്തെ ഐ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പാലറ്റും പിന്നെ ഈ ഒരു പാലറ്റ് വെച്ചിട്ടാണ് നല്ല കളേഴ്സിനെ തപ്പിയെടുക്കുന്നത്. ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളറ് ഇങ്ങനെ ഒരു ബേസായിട്ട് കംപ്ലീറ്റ് കൊടുക്കാം. വല്ലാണ്ട് ഇനി എനിക്ക് ഏറ്റവും കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ് ഐഷയുടെ ഏത് കളേഴ്സ് ഇടുമെന്ന്. ഈ ഡാർക്ക് ബ്രൗൺ നമുക്ക് പെയർ ചെയ്ത് നോക്കാം. എന്താവോ എന്തോ നോക്കാം. ഓക്കെ, ഇത് മതി, ഓവറാക്കണ്ട. ഈ ഒരു ബ്രഷ് എടുത്തിട്ട് നമുക്ക് ആ ഡാർക്ക് ബ്രൗണ് കണ്ണിന് താഴെ കൂടി ഒന്ന് കൊടുക്കാം. ഒരു സാഹസികമാണ് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഷ്രിമ്മേഴ്സ് ഇടാം. ഇത്തിരി സിൽവർ പ്ലസ് ബ്രൗൺ കളർ വരുന്ന ഷ്രിമ്മർ നമുക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഷ്രിമ്മറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണേ. ഷ്രിമ്മേഴ്സ് കൂടുതലും കൈ വെച്ചിട്ട് തന്നെ ഇടുന്നതാവും ബെറ്റർ. അയ്യോ, ഫോണിൽ നോക്കിയിട്ട് ഇടുന്നത് അത്രക്കും നല്ലൊരു കാര്യമല്ല. കൈ വെച്ചിട്ടാലുള്ള പ്രശ്നമാണ്. സംഗതി ഓവറായിക്കണം. നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ട് തട്ടിക്കൊടുക്കാം. കയ്യിൽ നിന്ന് പോയി ഗൈസ്. അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞി കണ്ണ ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെയാവും. അപ്പോൾ അത് കാണുന്നുണ്ടാവില്ല. അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും വരുന്ന പ്രശ്നമാണ് എൻ്റെ. അത് വലിയ കറക്റ്റായി വരും. ഈ ഷ്രിമ്മർ ഇടുമ്പോഴാവും ചിലപ്പോൾ കളേഴ്സ് മാറിപ്പോവും. ഏത് ഷ്രിമ്മറാണ് ഞാൻ ഇട്ടതും ഓർമ്മ ഉണ്ടാവില്ല. കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഐ ഷാഡോ ഇട്ട് കഴിഞ്ഞു. മതിയില്ല ഗൈസ്, ഓവറാക്കണ്ട, ഇത് മതി. ഇനി നമുക്ക് ഐലൈനർ ഇടാം. ഐലൈനറായിട്ട് ഞാൻ ഈ ഒരു ഐലൈനറാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഈ റെനയുടെ ഈ ഒരു കാജൽ ജെല്ല് പോലത്തെ റേറ്റ് ഉണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ ഐലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാകുമ്പോൾ എന്താ വെച്ചാൽ കളി നല്ല പാടാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഐലൈനർ വെച്ചിട്ട് ചെയ്യാം. നമുക്ക് ഈ ബ്രഷ് വേണ്ട, കാരണം ഇങ്ങനൊരു വേറെ എനിക്ക് വരും. ഈ ഒരു ബ്രഷ് തട്ടിപ്പൊളിയാണ്. ഇങ്ങനൊരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് ലൈൻ ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഐലൈനർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബ്രോ പാലറ്റ് വെച്ചിട്ടൊരു സ്ട്രക്ചർ നമുക്ക് സെറ്റാക്കി എടുക്കാം. ഞാൻ വിങ്സ് വരച്ചിട്ടാണ് ഐലൈനർ ചെയ്യൽ. ബ്ലാക്ക് കളറ് എടുത്തു. നമുക്ക് വേണ്ട രീതിയിൽ ലൈൻ സെറ്റാക്കി കൊടുക്കാം. ചെറിയ സ്ട്രക്ചർ നമുക്ക് വരക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ ഇതിമേ സെറ്റാക്കും റഫായിട്ട്. അത്രമാത്രം നല്ല നല്ല ബ്ലാക്കായിട്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സ്ട്രക്ചർ വരച്ചു. ഇനി നമ്മൾ ഐലൈനർ വെച്ചിട്ട് ഈ സ്ട്രക്ചർ ലൈൻസ് കൂടെ ലൈൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പെർഫെക്റ്റായിട്ട് കിട്ടും.
ഈ കോർണറിൽ ഞാൻ ക്യാറ്റായി ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഈ കണ്ണ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഐലൈനർ വരച്ചു. ഇനി നമ്മൾ മസ്കാര ഇടണം. മാസിൻ്റെ ഡബിൾ ട്രബിൾ പറഞ്ഞ മസ്കാര ഇട്ടിനെ യൂസ് ചെയ്യണം. കൂടുതലുണ്ടോ? ഇങ്ങനെ മസ്കാര കുറേ ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡിഫറൻസ് ഉണ്ടോ? നല്ലപോലെ മസ്കാര ഇട്ടാൽ നല്ല ഭംഗിയാണ്. ഇപ്പോൾ നമ്മൾ ഐ മേക്കപ്പ് ഓൾമോസ്റ്റ് തീർന്നു. ഇനി ബ്ലഷ് ഇടാം. ഷീ ഗ്ലാമിൻ്റെ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പണ്ട് കൂടുതലും പൗഡർ ബ്ലഷാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പം ഇങ്ങനെ ക്രീം ബ്ലഷ് യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം എനിക്കിത് ഭയങ്കര അഡിക്റ്റായി പോയി. നല്ലപോലെ ഫേസിൽ ബ്ലെൻഡായി കിടന്നോളും ഈ ക്രീം ബ്ലഷ് യൂസ് ചെയ്താൽ. കൊള്ളാല്ലേ? പൗഡർ ഹൈലൈറ്റർ ആയതുകൊണ്ട് ഉണ്ടായിരുന്ന ബാമൊക്കെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കളയാം. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് ലിപ്പ് ലൈൻ ചെയ്യാറ്. ഗൈസ്, ഞാനൊരു ലിപ്സ്റ്റിക് ഇട്ട് നോക്കി, പക്ഷെ അതെനിക്ക് മാച്ച് ആവണില്ല. എൻ്റെ അടുത്ത് കുറേ ലിപ്സ്റ്റിക്സ് ഉണ്ട്, എന്നാലും ഞാൻ ഈ ലിപ്സ്റ്റിക്കൊക്കെ എത്തും. അപ്പോൾ 2 ലിപ്സ്റ്റിക്ക് ഞാൻ ട്രൈ ചെയ്തു, രണ്ടും എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ വീണ്ടും ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് തന്നെ വന്ന് ഇടാം. അപ്പോൾ മേക്കപ്പ് ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. മേക്കപ്പൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കൊന്ന് ഡ്രസ്സ് ചെയ്യാം. ഗൈസ്, ഞാൻ ഈ ഒരു അബായയാണ് ഇന്ന് സ്റ്റൈൽ ചെയ്യാൻ പോണേ. റിങ്സ് ആയിട്ട് ഇത് വേണമെങ്കിൽ ഇടാം, ഓവറാക്കണ്ടല്ലേ. ബൈ.